अस्सलाम वालेकुम। आपका क्या हो गया हाथ में? है टूट गया। इधर भी हाँ है। कितना? 8 है। 8 सिलाई किया। और क्या इधर किधर तक है? इधर है। हाथ में ये टूट गया। डॉक्टर क्या बोलता है? इधर क्या है? इधर उधर भी कटिंग है। हाँ, दर्द के लिए। हाँ हाँ। फिर अभी हाथी जुड़ा नहीं हुआ, दूसरा जगह में देखना पड़ता। हाँ फिर कल भी जाओ बोला, जाके क्या आता क्या नहीं आता देख के फिर दूसरा जगह में दिया। हाँ हाँ। अभी वो गवर्नमेंट हॉस्पिटल में ज्यादा लोग हैं इसलिए नहीं देख सकते। वहाँ ज्यादा हाथी तोड़ गया ना, हाँ। तो हाथी तोड़ और आपका घर में कौन कौन है? लेती हुई है, बेटी है और तो कोई भी नहीं। हस्बैंड नहीं है? माँ बाप माँ बाप भी नहीं, हस्बैंड भी नहीं, भाई बहन भी नहीं, कोई भी नहीं। एक पुप्पू का बेटी। क्या काम करती थी पहले? नहीं कुछ भी नहीं, वहाँ सवाल में आए सो छोटे छोटे बच्चे क्या करेंगे, थोड़ा आधार सिल के बच्चे सामान मिल के वहाँ आया। अदर क्लास है। हाँ, फिर उसका पंखा में सूखना पड़ता, तो दूसरा लोग मेरे को मरद में कौन लटका के देते बोलते हैं। मैं इधर क्या हो गया? उधर में हाँ अभी थोड़ा ठीक हो गया। दर्द है? नहीं दर्द नहीं है, सिर में दर्द है, सिर में दर्द है। चक्कर आ रहा है। പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് आपके नाम क्या है? സക്കീന ബീഗം. ഇത് സക്കീന ബീഗാണ്. രോഹിംഗ്യൻ അഭയാർത്ഥിയാണ്. ഇവർക്ക് ഭർത്താവോ മാതാപിതാക്കളോ ഒന്നുമില്ല. ഒരു ബച്ചായ 3 ബച്ചായ 3 കുട്ടികളുണ്ട്. ഭർത്താവ് മരിച്ചതാണ്. അപ്പോൾ ഇവര് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ വീണു, കൈയൊടിഞ്ഞു, തലയുടെ മുകളിൽ 8 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വേദന കാരണം അത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ അവരവിടുന്ന് മടക്കി, ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എടുക്കണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇതിനു വേണ്ടി ഇവരെ വീഡിയോ ഇട്ടിട്ട് പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കാനൊന്നും ഉള്ള കണ്ടീഷനല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളതുകൊണ്ട് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം തീർച്ചയായിട്ടും വേണം. ഇവരെ നമുക്ക് ഇന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആംബുലൻസ് വരും. അപ്പോൾ അതിലിവരെ കൊണ്ടുപോകാം. നമ്മുടെ ഡോക്ടർ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇത് ശരിയാവും. എന്നാലും ഇവർക്ക് ഇപ്പോൾ അത്യാവശ്യം ഭക്ഷണം പോലും കഴിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഇവർ കാണുന്നത്. ഇവരപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അതിന് പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് വലിയൊരു ഫണ്ടൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ രോഹിംഗ്യൻ അഭയാർത്ഥിയുടെ തന്നെ അക്കൗണ്ട് ഉണ്ട്, അവരത് ഉപയോഗിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ അക്കൗണ്ട് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 100 രൂപയായാലും 50 രൂപയായാലും 1000 രൂപയായാലും അയക്കണം. അത് നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. അവർ വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ കൊണ്ടുപോകാം, അതല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് കൊണ്ടുപോകണം. ഇവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ആ ഖാന കുച്ച് ഖായ കിतने दिन से? 2 दिन से 16 दिन से क्या खाई? बस खाना नहीं खा सकती. गला में अभी दर्द है, वो भी ये गिरने में आया. अभी वो कटिंग हो गया इधर नहीं है? കഴുത്തിലെന്തോ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. 10 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ പാലും ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് കഴിയുന്നത്. ഇവരുടെ അടുത്ത് പൈസ ഒന്നും ഉണ്ടാവില്ല പാലും ജ്യൂസൊക്കെ കുടിക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ നമ്മൾ ഇവരെ ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് 2-3 ദിവസം അഡ്മിറ്റ് ചെയ്യുക. അവിടെ ഒരു ദിവസം കിടക്കണമെങ്കിൽ 2000 രൂപ കൊണ്ടാവും. അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഇവരെ അഡ്മിറ്റ് ചെയ്യാം. എന്നിട്ട് ഇവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാം. നിങ്ങൾ എല്ലാവരെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഒന്നും എടുത്തു വെച്ചിട്ട് ചെയ്യണമല്ല. അതുകൊണ്ട് നിങ്ങളെ സഹായം തീർച്ചയായിട്ടും വേണം. സക്കീന അല്ല പേര്? ഇവരുടെ പേര് സക്കീന എന്നാണ്. അപ്പോൾ ഇവരെ നമ്മൾ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്.
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്ത് ചികിത്സയാണ് ഇവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാം. 10 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ വെള്ളവും ജ്യൂസും പാലും ഒക്കെ കുടിച്ചിട്ടാണ് കഴിയുന്നത്. അതിനുള്ള പൈസ ഒന്നും ഇവരെടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവനം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവർക്ക് വേണ്ട ചികിത്സയും അത്യാവശ്യം ഭക്ഷണവും ഗ്ലൂക്കോസൊക്കെ കൊടുത്ത് അവരൊന്ന് ഉഷാറാക്കി എടുക്കണം. നിങ്ങളെല്ലാവരും സഹായിക്കുന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവുമെന്ന് അറിയാം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അതുപോലെ എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഹാരിസ് രാജ്, ഹൈദരാബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ആംബുലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊണ്ടുപോകാം. अभी मैं हॉस्पिटल में आ जाएगा, ठीक है? तो हाँ, मैं स्कूटर में आ जाएगा. जी सर. ഡോക്ടർ വന്നിട്ടില്ല. ഡോക്ടർ വന്നു പറഞ്ഞ് ഇവർക്ക് ആവശ്യമുള്ള ചികിത്സ എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യാം. स्टोन आके यूरिन पाइप यूरेटर रहता ना, उसमें फंस गया तो भी होगा. आएगा 8 बजे 9 बजे डॉक्टर आएगा. ഇത് സെക്കീനയാണ്. ഇന്ന് നമ്മൾ അന്നദാനം കൊടുക്കുന്നവർക്ക് ഇന്ന് പിടിച്ചു കൊണ്ടുവന്നതാണ്. അവിടെ മുകളിൽ നിന്ന് വീണിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് സ്റ്റിച്ചിട്ട് അതുപോലെ പ്ലാസ്റ്റർ ഇട്ടിട്ട് എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അവർ അധികം കെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളോട് വന്നിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ ഇനി 9 മണിയാകുമ്പോൾ വരുമ്പോൾ ഡോക്ടർ വന്നതിന് ശേഷം നമുക്ക് നോക്കാം എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക. ഇനി എക്സ്റേ എടുത്തതിൽ വല്ല കുഴപ്പമുണ്ടോ, കൂടുതൽ വല്ല പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ പ്ലാസ്റ്റർ ഇടണമെന്നുള്ളതൊക്കെ ഡോക്ടർ വന്നതിന് ശേഷം നമുക്കറിയാൻ കഴിയും. എന്തായാലും ഇവർക്ക് കട്ടിയുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. കഴുത്തിൻ്റെ ഇവിടെ കുഴപ്പമുണ്ട്, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പാലൊക്കെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നോക്കാം എന്താ ചെയ്യാന്നുള്ളത്. എന്തായാലും ഇവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂടി അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വിശ്വാസവും അതുപോലെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ സഹകരണവും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സഹകരണം കൂടെ എപ്പോഴും വേണം. സഹകരണം പ്രാർത്ഥനയും കൂടെ വേണം എന്നുകൂടി അഭ്യർത്ഥിക്കുക. वो मुश्किल है, साथ में कोई किसी को जरूरत नहीं है.
बच्चे को देखने के लिए। बच्चा कितने बच्चा है? 3 बच्चा। कितना कितने उम्र है बच्चे का? हाँ 9 साल 12 साल। हाँ मुश्किल नहीं बोलो पर अगर कोई इधर इधर कुछ ऐसा 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 करेगा तो दर्द है? दर्द है इसका अंदर है? हाँ नीचे नहीं है गर्म है। एंडोस्कोपी फर्क कुछ कमजोरी पर महसूस हो रहा है उसके बाद तो फिर क्या करेंगे एडमिट करके आते जनरल वार्ड से फ्लूइड चढ़ा दूंगा। कल सुबह एंडोस्कोपी कराना है मुंह में से गले में डाल के कैमरा चेक करते पेट के अंदर कुछ प्रॉब्लम है क्या करेक्शन का मतलब यहाँ से पूरे पेट तक चेक करते पूरा वहाँ पे कुछ मार लगा क्या वो देखने के लिए उसमें अंदर कुछ घाव है फिर पता चल जाएगा। निकले तो दिख रहा है तब से कुछ भी खाए तो नहीं जा रहा है यहाँ से या अटक रहा है क्या हो गया? हाँ दर्द है इसलिए वो नहीं खाते इसलिए 10 दिन से नहीं खाते। Otherwise, we'll admit for conservative management today. Start Monosef, PCM, PAN, Zopa, Optineuron. I will put RL at the rate of 100 ml per hour. Monosef, PAN, Zopa. In any case, conservative is this way. Monosef, PAN, PCM, PAN, Zopa, Optineuron. RL at the rate of 100 ml per hour. Admission start. Tomorrow plan for upper GI endoscopy. डायग्नोसिस RTA कैसे गिर गए थे? एक्सीडेंट हो लगाने के लिए ओहो एक्सीडेंटल फॉल एट होम घर पे ही गिर गया ना पैर लगा तो एक्सीडेंटल फॉल फ्रॉम फॉल एंड इंजरी टू द हेड इसको ये बोलो അസ്സലാമലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇപ്പോൾ നമുക്ക് ഇവരെ ഡോക്ടർ നോക്കി അപ്പോൾ ഇവരുടെ കയ്യിൻ്റെ ഫ്രാക്ചർ ഉണ്ട് അതിനൊരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോൾ ഇവർ ഈ കഴുത്തിന് ഇതാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്. നാളെ അപ്പോൾ അത് ക്യാമറ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ചെക്ക് ചെയ്യണം. ഭക്ഷണം കഴിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കണം. നാളത്തെ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എത്ര ചിലവാകും എന്താണ് ഇവർക്ക് മരുന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഇവർ 10 ദിവസമായിട്ട് ഭക്ഷണം കട്ടിയുള്ള ഭക്ഷണം കഴിക്കാതെ വെറും വെള്ളവും ജ്യൂസും അതുപോലെ പാലും ഒക്കെ കിട്ടിയത് കഴിച്ചിട്ടാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരൊന്ന് ഉഷാറാക്കണം. ഒരു 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. അപ്പോൾ തൽക്കാലം ഭക്ഷണത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ മെയിനായിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാനാക്കുന്നത് വരെ നമുക്ക് ഇവിടെ വരെ ചികിത്സിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരുടെയും സഹകരണം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവണം എന്ന് കൂടി അപേക്ഷിക്കുന്നു.